നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തോടെ കോൺഗ്രസിലെ അധികാര സമവാക്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നു വരുന്നതിന് മുമ്പ് കോൺഗ്രസിലെ ഏറ്റവും ശക്തമായ നേതൃത്വമായിരുന്നു ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും വിചാരിച്ചാൽ ആർക്കും കോൺഗ്രസിൽ എന്തും ചെയ്യാമെന്ന അവസ്ഥയിലായിരുന്നു. അല്ലെങ്കിൽ രാഹുലും ഷാഫിയും വിചാരിച്ചതിനപ്പുറം കോൺഗ്രസ് കേരളത്തിൽ ചലിക്കില്ല എന്ന അവസ്ഥയിലായിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഷാഫി പറമ്പിൽ ഈ നീക്കങ്ങളെല്ലാം നടത്തിയതെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഷാഫിയും രാഹുലും KCയുടെ അനുഗ്രഹാശിസുകളോടെ കേരളത്തിലെ കോൺഗ്രസിൽ നടത്തിയ നീക്കങ്ങൾ പാർട്ടിയെ വലിയ ഒരു കുഴപ്പത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചുവെന്നും ഇനി അത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളെ പാർട്ടിയിൽ വേണ്ടെന്നുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം വീണ്ടും നേതാക്കളുടെ കയ്യിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 3 സീനിയർ നേതാക്കളായിരിക്കും ഇനി കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്ക്. VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം മുതലേ കടുത്ത നിലപാടുകൾ കൈക്കൊണ്ടിരുന്ന നേതാക്കളാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിവർ. ഇവർ 3 പേർക്കുമെതിരെ അതിശക്തമായ ആക്രമണം, സൈബർ ആക്രമണവും മറ്റും രാഹുൽ, ഷാഫി കൂട്ടുകെട്ടുകളുടെ ഭാഗത്തു നിന്നുണ്ടായി, അല്ലെങ്കിൽ അവരുടെ സൈബർ സേനകളുടെ ചാവേറുകളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാടെടുത്തത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വീണതോടുകൂടി ഷാഫി പറമ്പിൽ ദുർബലനായിരിക്കുകയാണ്. ഇനി ഷാഫിക്ക് കേരളത്തിലെ കോൺഗ്രസിൽ റോളുകൾ ഒന്നും ഇല്ല, സാധാരണ ഒരു MP മാത്രം. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നു വരുന്നതിന് മുമ്പ് അടുത്ത KPCC പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിൽ എന്നാണ് 14 ജില്ലകളിലെയും കോൺഗ്രസ് പ്രവർത്തകരുടെ കണ്ടത്തിൽ നിന്നും ഉയർന്നു വന്നിരുന്നത്. കാരണം KPCCക്ക് ഷാഫി എപ്പോഴൊരു പ്രസിഡന്റ് ഉണ്ടായാൽ പിന്നെ CPMൻ്റെ പൊടി പോലും കേരളത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഷാഫി ആരാധകർ പറഞ്ഞു പരത്തിയിരുന്നത്. അത്തരത്തിലാണ് പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം സണ്ണി ജോസഫ് KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ ഷാഫി പറമ്പിൽ ആ അധ്യക്ഷ സ്ഥാനത്ത് വരുമെന്നും ഭരണം കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടം മന്ത്രിയാകുമെന്നും അങ്ങനെ പൂർണ്ണമായും പാർട്ടി ഇവരുടെ കയ്യിൽ ഒതുങ്ങുമെന്നും അവസാനം ഇവരുടെയൊക്കെ പിന്തുണയോടെ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും മുഖ്യമന്ത്രിയായി പറന്നിറങ്ങും എന്നൊക്കെയാണ് പലരും വിശ്വസിച്ചിരുന്നത്, കരുതിയിരുന്നത്. എന്നാൽ അതെല്ലാം ഇപ്പോൾ 8 നിലയിൽ പൊട്ടിക്കഴിഞ്ഞു. ബലൂൺ പൊട്ടുന്നത് പോലെ, ഒരു കുമ്പള പൊട്ടുന്നത് പോലെ പൊട്ടിക്കഴിഞ്ഞു. ഇനി ഷാഫി പറമ്പിലിന് കേരളത്തിലെ കോൺഗ്രസിൽ MP മാർ 19 പേരുണ്ട്. അവരുടെ എന്തൊക്കെ UDFലും കോൺഗ്രസിലുമുള്ള 19 MP മാരിൽ ഒരാൾ മാത്രമാണ് ഇനി ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ കഴിഞ്ഞ് അദ്ദേഹം ഇനി കോൺഗ്രസിലില്ല, പുറത്തേക്ക് പോയി. ഷാഫി പറമ്പിൽ കേവലം 19 MP മാരിൽ ഒരാൾ മാത്രമാണ്. വടകരയിൽ നിന്ന് ഇനി കാലം കഴിക്കണം. പാലക്കാട്ടേക്ക് വീണ്ടും തിരിച്ചു വരാൻ ശ്രമിച്ചാൽ കോൺഗ്രസിൽ നിന്നും കുതികാലുവെട്ടുണ്ടാവും. കുതികാലുവെട്ടം എന്ന് വെച്ചാൽ വെറും വെട്ടല്ല, ഇനി ഷാഫിക്ക് കിട്ടാൻ പോകുന്നത് ആറ്റൻ വെട്ടുകളായിരിക്കും. അങ്ങനെ ഒരു പക്ഷേ പാലക്കാടിന് തിരിച്ചു ചെന്നാൽ ഷാഫി കുത്തുകൊണ്ട് മലച്ച് വീഴേണ്ടി വരും കോൺഗ്രസ്സുകാരുടെ. അത്ര കുത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായുള്ള കുത്തുകൊണ്ട് മലച്ച് വീഴേണ്ടി വരും. അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, ചടുലമായ നീക്കങ്ങളാണ് പാലക്കാട് ഷാഫി വിരുദ്ധർ നടത്തുന്നത്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ ഇനി വടകരയിൽ ഒതുങ്ങിക്കൂടി അവിടെ MP ആയി ശിഷ്ടകാലം കഴിക്കുക. ജയിച്ചാൽ ജയിച്ചു, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റു എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഏതായാലും പാർട്ടിയുടെ കഴിഞ്ഞാൽ വീണ്ടും നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി തന്നെ ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം പ്രതിഭാസം എന്നേക്കുമായി കേരളത്തിലെ കോൺഗ്രസിൽ അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഷാഫി പറമ്പിലിന് KPCC അധ്യക്ഷനാകാനോ രാഹുൽ മാങ്കൂട്ടത്തിന് മന്ത്രിയാകാനോ ഇവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇവരുടെ പിന്തുണയോടെ സപ്പോർട്ടോടെ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാനോ കഴിയുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകില്ലെന്നും ഇനി ഈ 3 നേതാക്കൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, അതോടൊപ്പം തന്നെ AK ആൻ്റണിയെ പോലുള്ള നേതാവിൻ്റെ കൃത്യമായ സർവീലിയൻസിലായിരിക്കും ഇനി കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ നടന്നു പോവുക എന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. VS സുധീരനെ പോലെയുള്ള സീനിയർ നേതാക്കൾ എപ്പോഴും ഇനി ഇടപെട്ടുകൊണ്ടിരിക്കും. ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള നേതാക്കൾ, അങ്ങനെ സീനിയർ നേതാക്കളുടെ നിർദ്ദേശത്തിലും പരിഗണനയിലും മാത്രമാണ് ഇനി കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ നടന്നു പോകുകയെന്നും ഷാഫി മാങ്കൂട്ടം പടുത്തുയർത്തിയ ആ യൂത്ത് ബ്രിഗേഡിനെ തകർത്ത് തരിപ്പണമാക്കാൻ നേതൃത്വം തീരുമാനിച്ചതോടെ ഇനി ഇവർക്കാർക്കും ശബ്ദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കയ്യിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. ഷാഫി മാങ്കൂട്ടം ദ്വയം ഏറെക്കുറെ ഇല്ലാതായി കഴിഞ്ഞു. ഷാഫിക്ക് വേണമെങ്കിൽ വടകര MP ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്ത പണി നോക്കാമെന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്ന് ചേർന്നിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിലെ നേതാക്കൾ തിരിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ അണികൾ പറയുന്നത്.